ഹലോ മച്ചന്മാരെ, നമ്മുടെ പെട്രോൾ പമ്പിലെ സോഷ്യൽ എക്സ്പീരിയൻസ് വീഡിയോ തുടരുകയാണ്. ഇന്ന് നമ്മൾ അടുത്ത് കണ്ട ഒരു ഭാരത് പെട്രോളിലോട്ട് കയറുകയാണ്. രാത്രിയാണ് കയറുന്നത്. മച്ചന്മാർ ഇവിടെ കയറിയതിന് ശേഷം നമ്മൾ 120 രൂപയുടെ എണ്ണ അടിക്കുന്നു. എണ്ണ അടിച്ചതിന് ശേഷം ബില്ല് ആവശ്യപ്പെടുന്നു. നമ്മൾ പലരും ബില്ല് വാങ്ങുന്നവർ കാണും, വാങ്ങാത്തവർ കാണും. പക്ഷേ ആ ബില്ലിനകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഞാനിവിടെ 120 രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ബില്ല് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വെൽക്കംസ് യു, പിന്നെ ഒരു വെൽക്കം മുന്നോട്ടാണ്, ടാഡി ഫ്യൂൾസ്, പള്ളിവിള, വട്ടപ്പാറ, ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് റെസിപ്റ്റ് നമ്പറാണ്. അത് ഇന്ന് ഈ റെസിപ്റ്റ് നമ്പറാണ്. പിന്നെ ലോക്കൽ ഐ ഡി, FTP നമ്പർ എന്താണെന്ന് അറിയത്തില്ല. നോസൽ നമ്പർ ഒരു പക്ഷേ 4ാമത്തെ യൂണിറ്റിൽ നിന്നായിരിക്കും ഞാൻ അടിച്ചത്. അതായിരിക്കും. പ്രോഡക്റ്റ് പെട്രോൾ ഡെൻസിറ്റി 750.4 കുഴപ്പമില്ല. 770 720 കിടക്കണമെങ്കിൽ ഡെൻസിറ്റിയുടെ കേസിൽ ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഡെൻസിറ്റി ആണുള്ളത്. പ്രസന്റ് ടൈപ്പ് എമൗണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് 109.45 ഇന്നത്തെ അവിടുത്തെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില കൊടുത്തേക്കുന്നത്. ഞാൻ അടിച്ച 120 രൂപയ്ക്കാണ്. പിന്നെ ഏട്ടോട്ട് വീട്ടോട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വെഹിക്കിൾ നമ്പർ, മൊബൈൽ നമ്പർ എൻ്റെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനുള്ള സാവകാശം പെട്രോൾ പമ്പിൽ കിട്ടാറില്ല. GST LST വാറ്റ് ഉറപ്പായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്ത് GST ഉണ്ട്, എത്ര വാറ്റ് എടുത്തിട്ടുണ്ട്, എത്ര LST എടുത്തിട്ടുണ്ടോ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം.